സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുറത്തുണ്ട്. അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല സമരം, ഇനിയും തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാൽ അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ. ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി നാക് അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിന്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSന്റെ ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്,
ഈ രാജ്യത്ത് ഒരു മയിൽക്കുറ്റി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്?